ആപ്കി അദാലത്തിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് രാഹുൽ ബജാജിനെതിരായ കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. രാഹുൽ സാർ, ഡബിൾ സ്റ്റാൻഡേർഡ്. ഓ, ഡബിൾ സ്റ്റാൻഡേർഡ്. താങ്കൾക്ക് ഓർമ്മയുണ്ടോ, 1997-ൽ താങ്കൾ ബോംബെ ക്ലബ്ബ് ആരംഭിച്ചു. ടെക്നിക്കൽ ആൻസർ നോ. അത് ഞാൻ തുടങ്ങിയതല്ല, ഞാനൊന്നും എഴുതിയിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ചിലരൊക്കെ എന്നെക്കുറിച്ച് എഴുതിയിരുന്നു. നമുക്കെല്ലാം ഒന്ന് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് എഴുതാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നത് ബോംബെ ക്ലബ്ബായി അറിയപ്പെട്ടു. രാഹുൽ ബജാജിന്റെ നേതൃത്വത്തിൽ. അല്ല, അതിൽ വലിയ ബിസിനസ്സുകാരുണ്ടായിരുന്നു. ഹരിചന്ദ്ര സിംഘാനിയ, ഭരത്റാം ഗോദ്രേജ്, ജംസൺ ഗോദ്രേജ്, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം സത്യമാണ്, പതുക്കെ പതുക്കെ ഗവൺമെന്റിന് ദേഷ്യം വന്നു തുടങ്ങി. അവര് പതുക്കെ മാറി തുടങ്ങി. ഞാൻ ഒറ്റപ്പെട്ടുപോയി. ബോംബെ ക്ലബ്ബ് തുടങ്ങിയെന്ന് പറഞ്ഞു. എന്റെ അല്ലാതെ വേറെ ആരുടെ പേരും ഓർമ്മയില്ലെന്ന് പറഞ്ഞു. രാഹുൽ ബജാജ് മാത്രം 1 മെമ്പർ ക്ലബ്. കാരണം രാഹുൽ ബജാജ് എല്ലാവരെക്കാളും ഓപ്പണായിട്ട് സംസാരിക്കും, വിദേശ കമ്പനികൾക്കെതിരായിട്ട് സംസാരിക്കും. അതെ, ഗവൺമെന്റ് പോളിസിക്ക് എതിരായി സംസാരിച്ചുവല്ലോ. വല്ലാതെ രോഷാകുലരായി ഭരണത്തിലിരിക്കുന്നവരും പിന്നെ മീഡിയക്കാരും. അപ്പോ ഒരു ഫാഷൻ ഉണ്ടായിരുന്നു, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ. എന്നെ പ്രൊട്ടക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷെ അത് തെറ്റായ അഭിപ്രായമാണ്. ഞാൻ ഇന്ത്യൻ തൊഴിൽ മേഖലയിൽ കൃത്യമായ കാര്യങ്ങൾ നടക്കണമെന്നാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. വിദേശത്തുള്ള വലിയ വലിയ കമ്പനികൾ വന്നാൽ ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് നിലനിൽപ്പില്ലെന്ന് താങ്കൾ കരുതിയിരുന്നെങ്കിൽ എന്തുകൊണ്ട് കവാസാക്കിയൊക്കെ കൊണ്ടുവന്നത്? അല്ലല്ലല്ലല്ല, അങ്ങനെയൊന്നുമില്ല. കാവസാക്കിക്കും എന്റെ സ്ഥാപനത്തിനും തമ്മിൽ 1% ഷെയർ പോലുമില്ല. ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഗാന്ധിജിയെ പിന്തുടരുന്നവരാണ്. ഗാന്ധിജി എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ വീട്ടിലെ ജനാലകൾ തുറന്നിടൂ, ലോകം മുഴുവനുമുള്ള ചിന്തകളും കാറ്റും പ്രവേശിക്കട്ടെ. പക്ഷെ അത് വരുന്ന സമയത്ത് നമ്മുടെ മരം വീഴാതെ നോക്കണം. ഞാൻ ടെക്നോളജി മാത്രമേ എടുക്കൂ. അവിടുന്ന് മാത്രമാണോ? ഒരുപാട് രാജ്യത്തുനിന്ന്, ടോക്കിയോയിൽ നിന്ന് പോലും വലിയ വലിയ കമ്പനികൾ മറ്റുള്ള കമ്പനികളിൽ നിന്ന് എടുക്കുന്നു. പക്ഷെ ഓണർഷിപ്പ് ഞങ്ങൾ കൊടുത്തില്ല. ഇവിടെ ഒരു കാര്യം കൂടി പറയണം, ഞാൻ ഇന്ന് അതിന് എതിര് നിൽക്കുന്നവനല്ല ഓണർഷിപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ. പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല, മറ്റുള്ളവർ ഓണർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യം. നമുക്ക് വേറെ ചോയ്സും ഇല്ലല്ലോ. ഇപ്പൊ WTO കണ്ടറായി ആരെയും നമുക്ക് തടയാനുമാവില്ല. ഇൻഷുറൻസ് കമ്പനികൾക്ക് നൽകിയിട്ടുണ്ടോ, അതായത് ഓണർഷിപ്പ്? 26 അവർക്ക് കൊടുത്തിട്ടുണ്ട്, 74 ഞാൻ വെച്ചിരിക്കുന്നു. പക്ഷേ എപ്പോഴും കൊടുക്കാൻ പാടില്ലേ? എന്തിനാ ഇത്ര പിശുക്ക് നൽകിയിട്ടില്ലെന്ന് ഇപ്പോഴല്ലേ പറഞ്ഞത്? നിങ്ങൾ ബജാജ് ഓട്ടോയെ കുറിച്ചല്ലേ പറയുന്നത്? ബജാജ് അലയൻസിനെ കുറിച്ച് പറയൂ, ഇൻഷുറൻസ് ബിസിനസിനെ കുറിച്ച് പറയൂ. അതായത് ഇൻഷുറൻസിനെ കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല, ഒന്ന്. രണ്ടാമത്തേത്, അലയൻസ് ലോകത്തിലെ ടോപ്പ് 3 കമ്പനികളിൽ ഒന്നാണ്. മൂന്നാമത്തേത്, ഗവൺമെന്റ് ലിബറൈസ് ചെയ്തു, അലോ ചെയ്തു, അതായത് പുറത്തുനിന്നുള്ള സ്ഥാപനങ്ങൾ വരാം 26% ഷെയർ വാങ്ങാം. അതാണ് ഞങ്ങൾ ചെയ്തത്. ഇപ്പോൾ താങ്കൾ എന്താണ് കരുതുന്നത്? വിദേശത്തുള്ള വലിയ വലിയ കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ അതോ വേണ്ടയോ? താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും ഉണ്ടാവാൻ പാടില്ല, മുനിസിപ്പൽ കോർപ്പറേഷൻ തന്നെ മാറ്റണമെന്ന്. ഇംഗ്ലണ്ടിൽ അങ്ങനെയാണ്. എന്റെ അഭിപ്രായം ഇന്ത്യയിൽ ഇതുവരെ അത് മാറിയിട്ടില്ലെന്നാണ്. കാരണം ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. പബ്ലിക് സെക്ടറിൽ 200-നടുത്തുണ്ട്. അത് പ്രൈവറ്റൈസ് ചെയ്യൂ, അത് വിദേശ കമ്പനികളായി മാറ്റൂ. ഇന്നും വിദേശ കമ്പനികൾ വരുന്നതിനും പോകുന്നതിനും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അമേരിക്ക വിദേശ പങ്കാളിത്തത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വിമാന സർവീസിന്റെ കാര്യത്തിൽ, ബ്രോഡ്കാസ്റ്റിംഗിൽ, ടെലികമ്മ്യൂണിക്കേഷനിൽ, ഇതിൽ യാതൊന്നിലും അനുവദിക്കുന്നില്ല. ഡിഫൻസിന്റെ കാര്യം വിട്ടേക്കൂ, ഈ 3-ലും അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മൾ മാത്രം അനുവദിക്കണമെന്ന് പറയുന്നു. പക്ഷേ ഇത് ശരിക്കും അവരുടെ ഇരട്ടത്താപ്പാണെന്നേ ഞാൻ പറയൂ. WTOയിൽ ശരിക്കും ഇരട്ടത്താപ്പാണ് നടക്കുന്നത്. അഗ്രികൾച്ചറിൽ യൂറോപ്പൻ അമേരിക്കയിൽ ഒന്നും ആലോചിക്കാതെ ഒരു രാജ്യത്തിന് വളരെ നഷ്ടമുണ്ടാക്കുന്നു. ഞാനാണ് ശബ്ദമുയർത്തുന്നത്. വിദേശത്തേക്ക് പോകുമ്പോഴെല്ലാം ഞാൻ ശബ്ദമുയർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വിദേശത്തുള്ളവർ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത്. താങ്കൾ ഇത്രത്തോളം ഉച്ചത്തിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാരണം കൊണ്ടാണ് താങ്കളുടെ മക്കൾ താങ്കളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കരുതിയത്? അവരൊരുപാട് ശ്രമിച്ചു നോക്കി. അച്ഛൻ ഞാനുള്ളത് കൊണ്ടാണ് നീ ഇത്രയും സക്സസ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു. നീ MD ആയിരുന്നു, പക്ഷെ ചെയർമാൻ ഞാൻ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു. അവർക്ക് മാനേജ്മെന്റ് എല്ലാം കൊടുത്തു. പക്ഷേ ഓണർഷിപ്പ് നമ്മുടെ കയ്യിലല്ലേ. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അംബാനിയുടെ കുടുംബത്തിൽ നടക്കുന്ന വഴക്കുകളെല്ലാം തീർക്കേണ്ട ചുമതല കൂടി താങ്കൾക്കാണെന്ന് കേട്ടു. 0. പേപ്പറിലൊക്കെ വന്നതായിരുന്നു, പറയൂ. പക്ഷെ 0. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് സമയമില്ല, ഒട്ടും താല്പര്യവുമില്ല. 2 ബ്രദേഴ്സും എന്റെ ഫ്രണ്ട്സാണ്. അവര് 2 പേരോടും എനിക്ക് നല്ല ബഹുമാനമാണ്. കുടുംബ കാര്യങ്ങളിൽ ഞാൻ തലയിടാറില്ല. അതൊരു വലിയ സ്ഥാപനമാണ്, രാജ്യത്തിനു വേണ്ടി വലിയൊരു സ്ഥാപനമാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് 2 അഭിപ്രായം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതെങ്ങനെയാണ് ഉണ്ടായതിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് വലിയൊരു സ്ഥാപനമാണ്. പക്ഷെ അധികം വൈകാതെ ഒരു നല്ല സന്ധി സംഭാഷണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാമത്ത് സാറാണ് അവരുടെ അക്കൗണ്ട്സ് എല്ലാം നോക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ സഹോദരന്മാർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയൂ.
ആൻഡ് അവരുടെ അമ്മ കോകില ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പുറത്തുള്ള ആളുകളൊന്നും ഇതിൽ തലയിടേണ്ട കാര്യമില്ല. അവർ രണ്ടുപേരും വളരെ മെച്ചൂർഡാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു 8 മുതൽ 12 മാസം വരെ എടുക്കും. അത് ഇന്നോ നാളെയോ അവസാനിക്കുന്ന കാര്യമല്ല. പക്ഷെ തീർച്ചയായും സെറ്റിൽമെന്റ് ഉണ്ടാവും. അനിലിനും നഷ്ടം, മുകേഷിനും നഷ്ടം, റിലയൻസിനും നഷ്ടം. അതേപോലെ ധീരുഭായ് അംബാനി റെപ്യൂട്ടേഷനെയും ബാധിക്കും. അതുകൊണ്ട് എന്തായാലും സെറ്റിൽമെന്റ് ഉണ്ടാവും. പക്ഷേ കുറച്ച് സമയം എടുക്കും. കുടുംബത്തിൽ കുറച്ച് കയ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. പറഞ്ഞു മനസ്സിലാക്കാൻ ഇല്ല, അതൊരിക്കലും എന്റെ ജോലിയല്ല. ഞാൻ പറഞ്ഞ ആര് കേൾക്കാനാണ്? ഞാൻ വളരെ ചെറിയ ആളല്ലേ, ഞാൻ പറഞ്ഞ കേൾക്കില്ല.